ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും മാജിക് അസ്ട്രോബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ശുക്രൻ 4-ാം ഭാവത്തിൽ നിന്നാലുള്ള ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയാലോ? ജ്യോതിഷ ശാസ്ത്രം മനുഷ്യജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായ അറിവുകൾ നൽകുന്ന ഒരു പ്രാചീന ശാസ്ത്രമാണ്. ഓരോ ഗ്രഹവും ഓരോ ഭാവവും വ്യക്തിയുടെ സ്വഭാവത്തെയും ജീവിതത്തിൻ്റെ ഗുണമേന്മയെയും അനുഭവങ്ങളെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നു. ഭാവങ്ങൾ ജീവിതത്തിലെ പ്രത്യേക മേഖലകളെ പ്രതിനിധീകരിക്കുന്നു. അതിൽ 4-ാം ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് നമ്മുടെ മാതാവ്, കുടുംബം, വീട്, മാനസിക ശാന്തി, ആഭ്യന്തര സൗകര്യങ്ങൾ, സ്വത്ത്, വാഹനങ്ങൾ, ജന്മനാടിനോടുള്ള ബന്ധം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ ശുക്രൻ സൗന്ദര്യം, പ്രേമം, കല, സംഗീതം, ഭോഗങ്ങൾ, ഐശ്വര്യം, ആകർഷണം, സ്ത്രീശക്തി എന്നിവയുടെ പ്രതിനിധിയാണ്. ശുക്രൻ 4-ാം ഭാവത്തിൽ വന്നാൽ മനുഷ്യൻ്റെ ജീവിതം ഭൗതികമായും മാനസികമായും ഒരു തരം ആഡംബരവും ആനന്ദവും നിറഞ്ഞതായി തീരാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ശുക്രനും 4-ാം ഭാവവും തമ്മിൽ ചേരുമ്പോൾ അത് വ്യക്തിയുടെ ജീവിതത്തിൽ സ്നേഹപൂർണമായ കുടുംബം, മനോഹരമായ വീട്, കലാപ്രതിഭ, സംഗീതം, സമാധാനം എന്നിവ നൽകും. പക്ഷേ ഗ്രഹദൃഷ്ടികൾ, ശുക്രൻ്റെ സ്ഥിതി, രാശി, മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം എന്നിവ അനുസരിച്ച് നല്ല ഫലങ്ങളും ചില വെല്ലുവിളികളും ഉണ്ടാകും. 4-ാം ഭാവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ജാതകത്തിലെ 4-ാം ഭാവം മനുഷ്യൻ്റെ ആന്തരിക ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. മാതാവും മാതൃസ്നേഹവും, അമ്മയുടെ സ്നേഹം, പരിപാലനം, കുടുംബത്തിലെ സൗഹൃദം എന്നിവ ഇതിൽ പെടുന്നു. വീട്, ഭൂമി, സ്വത്ത്, വീട് സ്വന്തമാക്കൽ, വാഹനം, കൃഷിഭൂമി, ഭൂസ്വത്ത്, മാനസിക സമാധാനം, മനസ്സിൻ്റെ ശാന്തി, ആത്മസംതൃപ്തി, വ്യക്തിയുടെ മാനസിക നില, സംസ്കാരവും പാരമ്പര്യവും, സ്വന്തം നാടിനോടുള്ള സ്നേഹം, ദേശസ്നേഹം, മതപരമായ സംസ്കാരങ്ങൾ, ഗൃഹസുഖം, വിവാഹ ജീവിതത്തിലെ സമാധാനം, കുടുംബത്തിലെ ഐക്യം, വീട്ടിലെ സന്തോഷം. അതുകൊണ്ട് തന്നെ 4-ാം ഭാവത്തിൽ ശുക്രൻ വന്നാൽ വ്യക്തിയുടെ ഗൃഹജീവിതം മനോഹരമാക്കുന്ന ശക്തി വളരെ കൂടുതലാണ്. ശുക്രൻ ജ്യോതിഷത്തിലെ ഏറ്റവും സുഖകരമായ ഗ്രഹങ്ങളിൽ ഒന്നാണ്. കലാസ്വാദനം, സംഗീതം, നൃത്തം, ചിത്രകല, സൗന്ദര്യം, പ്രേമവും ബന്ധങ്ങളും, വിവാഹം, സ്നേഹബന്ധങ്ങൾ, പങ്കാളിത്തം, ഭോഗ സൗകര്യങ്ങൾ, ആഡംബരങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, ആഭരണങ്ങൾ, സൗന്ദര്യം, രൂപസൗന്ദര്യം, സംസാരത്തിലെ മാധുര്യം, വേഷഭൂഷണത്തിലെ ആകർഷണം, സൃഷ്ടിപരമായ കഴിവ്, കലാകാരന്മാർ, കവികൾ, സംഗീതജ്ഞർ എന്നിവർക്കുള്ള ദൈവിക ശക്തി, ഇതൊക്കെ 4-ാം ഭാവത്തിലെ ശുക്രൻ്റെ അനുഗ്രഹങ്ങളാണ്. ശുക്രൻ ശക്തിയോടെ 4-ാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ വ്യക്തി സൗന്ദര്യ ബോധമുള്ളവനും കലാപ്രതിഭയുള്ളവനും കുടുംബത്തിനോട് ബന്ധമുള്ളവനും ഭംഗിയാർന്ന വീടും സമാധാനപൂർണമായ ജീവിതവും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ശുക്രൻ 4-ാം ഭാവത്തിൽ വന്നാൽ സാധാരണയായി അത് സുഖസമ്പന്നമായ ജീവിതം നൽകും. വ്യക്തി ആകർഷകമായ വീടുകളിൽ താമസിക്കാൻ ആഗ്രഹിക്കും. വീടിനെ അലങ്കരിക്കുന്നതിലും ഭംഗിയാർന്ന രീതിയിൽ സൂക്ഷിക്കുന്നതിലും വലിയ താൽപ്പര്യം കാണിക്കും. ഇദ്ദേഹത്തിന് ആഭരണങ്ങൾ, വാഹനങ്ങൾ, ആഡംബര സാമഗ്രികൾ എന്നിവ സ്വന്തമാക്കാനുള്ള ഭാഗ്യമുണ്ടാകും. മാനസിക സമാധാനം കൂടുതലായിരിക്കും. ഇവർക്ക് കലാസ്വാദനം, സംഗീതം, കവിത, നൃത്തം തുടങ്ങിയ മേഖലകളിൽ നല്ല കഴിവുണ്ടാകും. ശുക്രൻ്റെ കാഴ്ചയിൽ വളരെയധികം പ്രേമവും സ്നേഹവും നിറഞ്ഞ കുടുംബജീവിതം ഉണ്ടായിരിക്കും. വ്യക്തി സൗന്ദര്യബോധമുള്ളവനും സംസ്കാരമുള്ളവനും സാമൂഹികമായി അംഗീകരിക്കപ്പെടുന്നവനും ആയിരിക്കും. പക്ഷേ ശുക്രൻ ദോഷഗ്രഹങ്ങളുടെ ദൃഷ്ടിയാൽ ചിലപ്പോൾ അമിതമായ ഭോഗവാസന, മാനസിക അശാന്തി, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം. കുടുംബജീവിതത്തിലും 4-ാം ഭാവത്തിലെ ശുക്രൻ്റെ സ്വാധീനം കാണാം.
നാലാം ഭാവം കുടുംബവും അമ്മയുമായി ബന്ധപ്പെട്ട ഭാവമാണ്. ശുക്രൻ ഇവിടെ വന്നാൽ അമ്മയോടുള്ള സ്നേഹബന്ധം വളരെ ശക്തമായിരിക്കും. അമ്മയുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയും സ്നേഹവും ലഭിക്കും. അമ്മ കലാപ്രതിഭയുള്ളവളായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ സൗന്ദര്യവും സംസ്കാരവും നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. വിവാഹ ജീവിതം സാധാരണയായി സ്നേഹപൂർണവും സമാധാനപൂർണവുമായിരിക്കും. ഭർത്താവിനോ ഭാര്യയ്ക്കോ സൗന്ദര്യവും കലാപ്രതിഭയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കുടുംബത്തിൽ സംഗീതം, കല, സംസ്കാരം, ആചാരം എന്നിവയ്ക്ക് പ്രാധാന്യം കൂടുതലായിരിക്കും. എന്നാൽ ദുഷ്ടഗ്രഹങ്ങളുടെ സ്വാധീനം വന്നാൽ ചിലപ്പോൾ വീട്ടിനുള്ളിലെ അമിത ആഡംബരാഗ്രഹം, കുടുംബത്തിലെ സാമ്പത്തിക സമ്മർദ്ദം, ചിലപ്പോൾ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം. ശുക്രൻ നാലാം ഭാവത്തിൽ വന്നാൽ വ്യക്തിക്ക് മനോഹരമായ വീടുകൾ, ഭൂമി, സ്വത്ത്, വാഹനം സ്വന്തമാക്കാനുള്ള വലിയ സാധ്യതകൾ ഉണ്ടാകും. സ്വന്തം നാട്ടിൽ വലിയൊരു വീട് നിർമ്മിക്കുക, അല്ലെങ്കിൽ നഗരങ്ങളിൽ ആഡംബര ഫ്ലാറ്റ്, ബംഗ്ലാവ് എന്നിവ നിർമ്മിക്കുക. വാഹനങ്ങളിൽ വലിയ ആഗ്രഹവും ഉണ്ടാകും. മനോഹരവും വിലയേറിയതുമായ കാർ സ്വന്തമാക്കാൻ ശ്രമിക്കും. വീട്ടിൽ കലാ സാമഗ്രികൾ, ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ചിലർ വീടിനെ സംഗീതം, കല, സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യും. ശുക്രൻ ശക്തിയോടെ ഇരിക്കുന്നുവെങ്കിൽ വീട്ടിൽ സൗന്ദര്യവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞിരിക്കും. പക്ഷേ ശുക്രൻ ദോഷമായി ഇരിക്കുകയാണെങ്കിൽ വീടിനോട് ബന്ധപ്പെട്ട വിളംബം, ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വാഹനാപകടങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. നാലാം ഭാവം നേരിട്ട് മാതാവിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. വ്യക്തിയുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹവും സഹായവും സ്ഥിരമായി ലഭിക്കും. അമ്മയോടുള്ള സ്നേഹബന്ധം വളരെ അടുപ്പമുള്ളതും സ്നേഹപൂർണവുമാകും. അമ്മയിൽ നിന്ന് ആഡംബര വസ്തുക്കളോ സ്വത്തോ ആഭരണങ്ങളോ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ശുക്രൻ ദുർബലമായാലോ ശത്രു രാശിയിലോ ഇരിക്കുകയാണെങ്കിൽ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അമ്മയ്ക്ക് സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ അമ്മയും കുട്ടിയും തമ്മിൽ ദൂരം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി വ്യക്തി ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ശുക്രൻ നാലാം ഭാവത്തിൽ വന്നാൽ വ്യക്തിത്വത്തിൽ ചില പ്രത്യേകതകൾ കാണാം. സൗന്ദര്യബോധമുള്ളവരും കലാസ്വാദനമുള്ളവരുമായിരിക്കും. മനസ്സ് സ്നേഹപൂർണവും ശാന്തവുമാകും. പക്ഷേ ചിലപ്പോൾ അമിതമായി ആഡംബരാഗ്രഹം ഉണ്ടായേക്കാം. സംസാരത്തിൽ മാധുര്യം കാണിക്കും. ആളുകളെ ആകർഷിക്കുന്ന കഴിവ് കൂടുതലായിരിക്കും. മനസ്സിൽ പ്രണയവും കരുണയും നിറഞ്ഞിരിക്കും. വീട്ടിൽ സംഗീതം, അലങ്കാരം, ശുചിത്വം, സൗന്ദര്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ജീവിതത്തിൽ ശാന്തിയും സുഖവും ഏറെ പ്രിയപ്പെട്ടവയായി കാണും. ഇനി പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിതത്തിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. പുരുഷന്റെ ജീവിതത്തിൽ ശുക്രൻ എത്രമാത്രം പ്രതിനിധീകരിക്കുന്നു എന്ന് നോക്കാം. ഭാര്യ സാധാരണയായി സുന്ദരിയായും കലാപ്രതിഭയുള്ളവളും സ്നേഹപൂർണത ഉള്ളവളുമായിരിക്കും. ഭാര്യ ഭർത്താവിനോടുള്ള സ്നേഹപൂർവ്വം പെരുമാറുകയും കുടുംബജീവിതം സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യും. വിവാഹ ജീവിതത്തിൽ സൗഹൃദവും പ്രണയവും കൂടുതലായിരിക്കും. ഭാര്യയ്ക്ക് സംഗീതം, നൃത്തം, കല തുടങ്ങിയ മേഖലകളിൽ കഴിവുണ്ടാകാം. പുരുഷൻ ഭാര്യയുടെ സഹായത്തോടെ വീടും ഭൂമിയും സമ്പത്തും സ്വന്തമാക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി സ്ത്രീയുടെ ജീവിതത്തിൽ ഭർത്താവ് സൗന്ദര്യബോധമുള്ളവനും സാംസ്കാരികവുമായിരിക്കും. ഭർത്താവ് കുടുംബജീവിതത്തിൽ സ്നേഹവും സംരക്ഷണവും നൽകുന്നവനായിരിക്കും. സ്ത്രീക്ക് വിവാഹ ജീവിതം സമാധാനപൂർണവും സന്തോഷകരവുമായിരിക്കും. ഭർത്താവ് സ്ത്രീക്ക് ആഡംബരവും സുഖസൗകര്യങ്ങളും നൽകാൻ ശ്രമിക്കും. സ്ത്രീക്ക് വീട്ടിൽ ആലങ്കാരികവും കലാപ്രാധാന്യവുമുള്ളതുമായ അന്തരീക്ഷം ഉണ്ടാകും. നാലാം ഭാവത്തിലേക്കുള്ള നല്ല ദൃഷ്ടികളെക്കുറിച്ചും ദോഷം ദൃഷ്ടികളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. നല്ല ദൃഷ്ടികൾ, അതായത് ഗുരുവിൻ്റെ ദൃഷ്ടി ലഭിച്ചാൽ ശുക്രൻ 4-ൽ അതീവ ശുഭഫലങ്ങൾ നൽകും. വീട്ടിൽ ധാർമ്മികത, ആത്മീയത, സമൃദ്ധി എന്നിവ നിറയും. ബുധൻ്റെ ദൃഷ്ടി ലഭിച്ചാൽ
വ്യക്തിക്ക് കലാപ്രതിഭയും സാഹിത്യ കഴിവും വളരെ ശക്തമാകും. ചന്ദ്രന്റെ ദൃഷ്ടി ലഭിച്ചാൽ മനസ്സിൽ സമാധാനവും അമ്മയുടെ സ്നേഹവും കുടുംബത്തിലെ ഐക്യവും വർദ്ധിക്കും. ഇനി ദോഷദൃഷ്ടികൾ വന്നാൽ, അതായത് ശനി ശുക്രനെ ബാധിച്ചാൽ വീടിനോടും ഭൂമിയോടും ബന്ധപ്പെട്ട തർക്കങ്ങൾ, വൈകിപ്പുകൾ, നഷ്ടങ്ങൾ എന്നിവ ഉണ്ടാകാം. കുജൻ ദൃഷ്ടി നൽകിയാൽ വീടിനുള്ളിൽ വൈരുദ്ധ്യങ്ങളും കലഹങ്ങളും ഉണ്ടാകാം. വാഹനാപകടങ്ങൾ വരെ സംഭവിക്കാം. രാഹു, കേതു എന്നിവ ദൃഷ്ടി നൽകിയാൽ വ്യക്തിക്ക് അമിതമായ ഭോഗവാസന, ബന്ധങ്ങളിൽ സ്ഥിരതക്കുറവ്, വീടിനോടുള്ള അസന്തോഷം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ശുക്രൻ 4-ാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ വ്യക്തി കലയും സംഗീതവും വഴി ആത്മീയത അനുഭവിക്കാൻ ശ്രമിക്കും. ഇവർക്ക് ഭക്തിഗാനങ്ങൾ, ദേവാലയങ്ങൾ, ധാർമ്മിക ചടങ്ങുകൾ എന്നിവയിൽ താൽപ്പര്യം കൂടുതലായിരിക്കും. വീട്ടിൽ ദൈവാരാധനയ്ക്കും ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിനും വലിയ പ്രാധാന്യം നൽകും. ചിലർ സംഗീതം, കല, കവിത എന്നിവയെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യും. ഭോഗസൗകര്യങ്ങൾ ഉണ്ടായാലും ഹൃദയത്തിൽ ദൈവസ്മരണ ശക്തമായി നിലനിർത്തുന്ന പ്രവണതയും കാണാം. ശുക്രൻ 4-ാം ഭാവത്തിൽ ദുർബലമായാലോ ദോഷഗ്രഹങ്ങളുടെ സ്വാധീനത്തിലായാലോ ഈ പരിഹാരങ്ങൾ പ്രയോജനപ്പെടുത്തുക. വീട്ടിൽ ശുചിത്വവും സൗന്ദര്യവും നിലനിർത്തുക. വീടിന്റെ അന്തരീക്ഷം ശുദ്ധവും മനോഹരവും ആക്കുക. ദുർഗാദേവിയെയും മഹാലക്ഷ്മിയെയും ആരാധിക്കുക. വെള്ളിയാഴ്ച പൂജ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വെള്ളി മുതലായവ ധരിക്കുന്നത് ശുക്രന്റെ ശക്തി വർദ്ധിപ്പിക്കും. സംഗീതം, കല, കവിത എന്നിവ അഭ്യസിക്കുക. ധനദാനം ചെയ്യുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ദരിദ്രർക്കും വസ്ത്രങ്ങൾ നൽകുക. ശുക്രമന്ത്രജപമായ ഓം ശുക്രായ നമഃ പ്രതിദിനം 16,000 പ്രാവശ്യം ജപിക്കുന്നത് ശുഭഫലങ്ങൾ നൽകും. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ജാഗ്രത പുലർത്തുക. പ്രത്യേകിച്ച് ശനി, കുജൻ പോലുള്ള ദൃഷ്ടികൾ ഉണ്ടെങ്കിൽ. ശുക്രൻ 4-ാം ഭാവത്തിൽ വന്നാൽ അത് ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു സുഖസമ്പന്നതയും കലാപ്രതിഭയും സമാധാനവും നൽകും. വീട്ടിൽ സമാധാനവും സൗന്ദര്യവും വർദ്ധിക്കും. അമ്മയുടെ സ്നേഹവും പിന്തുണയും ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കും. കുടുംബജീവിതം സാധാരണയായി സന്തോഷകരമായിരിക്കും. വിവാഹജീവിതത്തിൽ സ്നേഹം, സൗഹൃദം, ആകർഷണം നിറഞ്ഞിരിക്കും. വീടും ഭൂമിയും വാഹനവും സമ്പത്തും സ്വന്തമാക്കാനുള്ള ഭാഗ്യം കൂടുതലായിരിക്കും. വ്യക്തിയുടെ ജീവിതത്തിൽ കലയും സംഗീതവും വളരെ ശക്തമായ സ്ഥാനം നേടും. പക്ഷേ ദുഷ്ടഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ ചിലപ്പോൾ ആഡംബരാഗ്രഹം, മാനസിക അശാന്തി, കുടുംബത്തിലെ കലഹങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനാൽ ശുക്രൻ 4-ാം ഭാവത്തിൽ ഇരിക്കുന്നവർ ധാർമ്മികമായ ജീവിതം നയിക്കുകയും കലയും സൗന്ദര്യവും ആത്മീയതയുമായി ചേർന്നു നയിക്കുകയും അമ്മയോടും കുടുംബത്തോടും അടുപ്പമുള്ള ബന്ധം പുലർത്തുകയും ചെയ്താൽ അവരുടെ ജീവിതം കൂടുതൽ ശോഭിക്കും.